സമീപ ഭാവിയിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അത് ഏതാകട്ടെ, പഞ്ചായത്താകട്ടെ, നിയമസഭയാകട്ടെ, ലോക്സഭയാകട്ടെ, ഏതാകട്ടെ, ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇനി മത്സരിക്കണമെങ്കിൽ ഒരു സ്ഥാനാർത്ഥി അയാൾ എന്താണോ ആ ഒരു വ്യക്തിത്വത്തെ പൂർണ്ണമായി ബലി കഴിച്ചുകൊണ്ട്, അയാളുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഒരു വളരെ ലാഗ് ചെയ്തുകൊണ്ടുള്ള, അദ്ദേഹം എന്താണ് എന്ന് മനസ്സിലാകാത്ത ഒരാൾക്കേ ഇവിടെ ജനപ്രതിനിധിയായിട്ട് നിൽക്കാൻ കഴിയുള്ളൂ എന്നൊരു രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോണത്. ഒന്നുകൂടി ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇപ്പോൾ ഓരോരുത്തർക്കും മതവിശ്വാസം ഉണ്ടാവും. ഇപ്പോൾ 90% ആളുകൾക്കും കേരളത്തിൽ മതവിശ്വാസമുണ്ട്. അതിലൊന്ന് ഹിന്ദു ആയിരിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയിരിക്കും, അല്ലെങ്കിൽ മുസ്ലിം ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിശ്വാസിയായിരിക്കും. അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ പാർട്ടിൻ്റെ ഭാഗമായി മത്സരിക്കാൻ നിൽക്കുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ, ഇപ്പോൾ ഹിന്ദു ആണെങ്കിൽ ഞാനൊരു ഹിന്ദുവല്ല എന്ന് അദ്ദേഹത്തിന് തോന്നിപ്പിക്കൽ അത്യാവശ്യമായി വരികയാണ്. ഒരു ക്രിസ്ത്യൻ ആണെങ്കിൽ ഞാൻ ഒരു ക്രിസ്ത്യൻ അല്ല എന്ന് അദ്ദേഹത്തിന് തോന്നിപ്പിക്കേണ്ട ഒരു അധിക ബാധ്യത വരികയാണ്. ഒരു മുസ്ലിം ആണെങ്കിൽ ഞാനൊരു മുസ്ലിം മാത്രമല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു അധിക ബാധ്യത അദ്ദേഹത്തിന് വരികയാണ്. കാരണം അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് ഇന്നിവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയാണെങ്കിൽ അദ്ദേഹത്തിന് മുസ്ലിങ്ങളെ വോട്ട് കിട്ടണമെങ്കിൽ എല്ലാ പള്ളികളിലും കയറണം. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു, ഒരു സ്ഥാനാർത്ഥിനെ പിടിച്ചു കണ്ട് അദ്ദേഹം സ്വന്തട്ടതാണോ വേറുള്ളവരൊക്കെ ഇടിച്ചതാണോ കണ്ടവരടങ്ങേറിലാണ് നിൽക്കണത്. അങ്ങനെ തൊപ്പിടിച്ചിട്ടും കുരിശു വരപ്പിച്ചിട്ടും അതേപോലെ ഭസ്മം വെച്ച് വരച്ചിട്ടും, അങ്ങനെ ഒരു മുസ്ലിമിന് വോട്ട് കിട്ടണമെങ്കിൽ, മറ്റുള്ള ആളുകളുടെ വോട്ട് കിട്ടണമെങ്കിൽ അവരുടെ മതത്തിൻ്റെ സിമ്പലുകളും അതുപോലെ അവർ പുണ്യപരമായി കാണുന്ന അവരുടെ കബറിടങ്ങളാകട്ടെ, പൂജാമുറികളാകട്ടെ, അതുപോലുള്ള സ്ഥലങ്ങളാവട്ടെ, അവിടെയൊക്കെ പോയി വന്ദിക്കുകയും തൊടുകയും അതിൻ്റെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തണിയുകയും അതിനെ വളരെ പ്രോത്സാഹിപ്പിച്ച് പറയുകയും ഒക്കെ ചെയ്തെങ്കിലേ അവരുടെ വോട്ട് കിട്ടുകയുള്ളൂ എന്നൊരു തോന്നൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന ഒരു അവകാശമാണ് എന്ത്? ഓരോരുത്തർക്കും അവരവരുടെ മതം അനുസരിച്ചുകൊണ്ട് ജീവിക്കാമെന്ന് മാത്രമല്ല, അത് പ്രബോധനം ചെയ്യാം, അത് ഉറക്കെ പറയാം. അത് നമ്മളെ ഭരണഘടന അനുവദിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഗവൺമെൻറ്റിനൊരു മതം ഉണ്ടാകാൻ പാടില്ല. ഈ സമീപനം ആർക്കല്ല പാടുള്ളത്? ഗവൺമെൻറ്റിന് ഉണ്ടാകാൻ പാടില്ല. പക്ഷെ വ്യക്തികൾക്ക് ഉണ്ടാകാം. അതൊരു ജനപ്രതിനിധിയായി എന്നുള്ളത് കൊണ്ട്, സ്ഥാനാർത്ഥിയായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മതത്തെ എന്ത് ചെയ്യണില്ല, അഴിച്ചു വെക്കേണ്ടതില്ല. ഇതാണ് ശരിക്കും നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. അപ്പോഴാണ് ശരിക്കും മതനിരപേക്ഷത പറഞ്ഞാൽ എന്താ? മതനിരാസമല്ല. അത് യൂറോപ്പിലാണ്. ഇന്ത്യയിൽ മതനിരപേക്ഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ മതം അനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും, എന്നാൽ ഗവൺമെൻറ്റിനൊരു മതമില്ലാത്തൊരവസ്ഥ. ഇതാണ് മതനിരപേക്ഷത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ നിന്നുകൊണ്ട് വോട്ട് ചോദിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകണം. അതല്ലാതെ സ്ഥാനാർത്ഥിയായി എന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്നിൻ്റെ ആളല്ല, ഒരു മതലയനത്തിൻ്റെ വക്താവായിട്ട് ഏത് സ്ഥലത്ത് ചെന്നാലും അതിൻ്റെ ആളായിട്ട് പ്രത്യക്ഷപ്പെടും, എന്തെങ്കിലും അവരുടെ വോട്ട് കിട്ടും. അപ്പോൾ നമുക്കിവിടെ മതത്തിൻ്റെ വോട്ടാണോ ഉള്ളത്? മതനിരപേക്ഷമായ തീർത്തും സെക്കുലറായ വോട്ടാണോ ഉള്ളത്? ഏതാ ഉള്ളത്? നമ്മൾ ഏതാ വോട്ട് ഉണ്ടാക്കേണ്ടത്? ഇനി എല്ലാവരും അവരുടെ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുക, എന്നിട്ട് ആ മതത്തിനെ അനുസരിച്ച് കൊണ്ട് നിന്ന് കൊടുത്താലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഇതെന്താ? ഞാനിപ്പോൾ ഒരു ഹിന്ദു ആണെങ്കിൽ ഞാൻ ഹിന്ദു എന്നുള്ള നിലക്ക് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം? രംഗത്ത് വരാൻ കഴിയണം, എൻ്റെ ആരാധനകൾ ചെയ്യാൻ പറ്റണം. അത് എൻ്റെ എൻ്റെ വോട്ടർമാർക്ക് മനസ്സിലാകണം. എന്നാൽ ഞാൻ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും അവകാശങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അവർക്ക് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കാൻ ഞാൻ പോരാടണം. ആ അവകാശങ്ങളോടൊപ്പം നിൽക്കണം. ആ ഉറപ്പാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതേപോലെ ഒരു മുസ്ലിം ആണെങ്കിലോ, അദ്ദേഹം മുസ്ലിമായി ജീവിച്ചുകൊണ്ട് തന്നെ എൻ്റെ ആശയവും എൻ്റെ ആദർശവും ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മറ്റുള്ള സമുദായങ്ങളോട് എൻഗേജ് ചെയ്യാൻ പറ്റണം. മറ്റു സമുദായങ്ങളോട് അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയണം. അത് വേറൊരു മതവിശ്വാസിയായി എന്നുള്ളതിൻ്റെ പേരിൽ അവർക്ക് ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങൾ ഒരിക്കലും ഹനിക്കപ്പെടാൻ പാടില്ല. അതേപോലെ തന്നെ മനുഷ്യൻ എന്നുള്ള നിലക്ക് കാണുന്ന എല്ലാവരും അവരുടെ ഭൗതികമായ കാര്യങ്ങൾ, അവരുടെ അടിസ്ഥാന വിഷയങ്ങൾ, അവരുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിൽ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അതല്ലേ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത്? അതല്ലാതെ ഒരു ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അയാളുടെ ഐഡൻറ്റിറ്റിയിൽ നിന്ന് കഴിഞ്ഞാൽ വോട്ട് കിട്ടൂല എന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കുകയും എന്നിട്ട് എല്ലാം ആയി മാറുകയും എന്നിട്ട് ഒന്നുമല്ലാതായി മാറുകയും ചെയ്യുന്ന ഒരു സമീപത്തിലേക്ക് ഈ അടുത്ത കാലത്തായിട്ട് കേരളം എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ ജനങ്ങളും അങ്ങനെ തന്നെ ചിന്തിക്കും. സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ പിന്നെ അവന് പ്രത്യേകിച്ച് മതവും വിശ്വാസവും കാര്യമൊന്നും വേണ്ട, എന്തെങ്കിലും അവന് വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രൂപത്തേക്ക് പോകും. അത് നമ്മളെ സമൂഹം തന്നെ ഭാവിയിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോരുത്തരും അവരുടെ വ്യക്തിത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ
കാര്യങ്ങൾ പറഞ്ഞു മുന്നോട്ട് പോകാനും അങ്ങനെ ആ സമൂഹത്തെ ഉൾക്കൊള്ളാനും കഴിയുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് യഥാർത്ഥ സെക്കുലേഴ്സ് എന്ത് ചെയ്യുള്ളൂ, നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ തൻ്റെ വ്യക്തിത്വം ഹൈഡ് ചെയ്തുകൊണ്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകരുത്. മതലയനത്തിൻ്റെ വക്താക്കളായാലേ വോട്ട് കിട്ടുള്ളൂ എന്നുള്ളൊരവസ്ഥ ഉണ്ടാകരുത്. തെറ്റായ പ്രചാരണ രീതികൾ ഒഴിവാക്കണം. തീർത്തും മതനിരപേക്ഷമായിരിക്കണം നമ്മുടെ ഈ ഒരു ഇലക്ഷൻ്റെ വിഷയം.